എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് കുഴുവേലിപ്പടി എന്നാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. എടപ്പള്ളി ഭാഗത്തേക്കും പോകുന്നതാണ്. കാക്കനാട് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയായിട്ട് 3.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK കൂടിയാണ്. താഴെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 4 മീറ്റർ ഇൻറ്റേർണൽ റോഡാണ് ഇതിന് വന്നുള്ളത്. ടൈല് വിരിച്ചിരിക്കുകയാണ്. നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് പോർച്ചിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പോർച്ച് വന്നുള്ളത്. നേരെ ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തുള്ളത്. അങ്ങനെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് വരും. ഇവിടെ ടാപ്പ് പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് കയറുന്നത്. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നേരെ അകത്തേക്ക് കയറാം. ഡോറ്, അതായത് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വടക്കോട്ടാണ്. അതായത് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. നേരെ അകത്തേക്ക് കയറുകയാണ് നമ്മൾ. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ് 3 പാളി ജനൽ. ഇത് നോർത്ത് സൈഡാണ്, അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അകത്ത് കൊടുക്കുന്ന റാഡുകളെല്ലാം സ്റ്റീൽ തന്നെയാണ്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് TV സ്പേസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഓണർ സോഫ സെറ്റൊക്കെ ഇടാവുന്നതാണ്. ഇനി നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ്. നല്ല വലിപ്പമുണ്ട്. 6 ചെയറിൻ്റെ 8 ചെയറിൻ്റെ ടേബിൾ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. ഇതാണ് നോർത്ത് സൈഡ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇനി വലിപ്പമുള്ളൊരു മിറർ മാത്രം കൊടുത്താൽ മതി. ഓൾറെഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു കൗണ്ടർ ടേബിളിൻ്റെ മേലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടറും മറ്റും വയ്ക്കാനുള്ള സ്പേസിലേക്ക് വരാം. അതായത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുകയാണ്. നേരെ ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. താഴെ 2x2 മാറ്റ് ടൈലാണ് വന്നുള്ളത്. വശങ്ങളെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഫൈബർ ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ക്വാളിറ്റിയുള്ള സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. വശങ്ങളെല്ലാം പവർ പോയിൻ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ നമുക്ക് പവർ സ്വിച്ച് വന്നിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാം. അപ്പോൾ അടുക്കളയുടെ സ്പേസ് പോകാത്ത രീതിയിൽ നമുക്ക് വയ്ക്കാനും പറ്റും. ഇനി നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. വർക്ക് ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പോളികാർബൺ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡും ഡോറ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ പോയിൻ്റ്, പവർ പോയിൻ്റ്, വേസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. കിണർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡുമാണ്. 12 അടി നീളവും 12 അടി വീതിയുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കബോർഡിനകത്തൊക്കെ LED ലൈറ്റുകൾ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. നേരെ കാണുന്നത് വാഷ് ബേസിനാണ്. സെറയുടെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററിൻ്റെ പോയിൻറ്റും ടവൽ റാഡിൻ്റെ പോയിൻറ്റും ആവശ്യമുണ്ട്. ഇനി ഇവിടെ ഡയവേർട്ടറാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസെറ്റ് വന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് സെറയുടെയാണ്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. സ്റ്റെയറിലേക്ക് വരികയാണ്. സ്റ്റെയർ ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ഡ്രില്ല് വന്നിട്ടുള്ളത് സ്ക്വയർ ട്യൂബിലാണ്. മേലേക്ക് കയറാം. ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ പെർഗോളാസും ഗ്ലാസിൻ്റെ വർക്കും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രണ്ടിലുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ കോർണർ സ്പേസ് നമുക്കൊരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ അയൺ ടേബിളോ ഒക്കെ ഇട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം.
12.5 അടി നീളവും 12 അടി വീതിയുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. അതും സൗത്ത് വെസ്റ്റ് കോർണറിൽ. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള കബോർഡ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ മാത്രമേ വരാനുള്ളൂ. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 12.5 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇതിന് കബോർഡ് വന്നുള്ളത്. വലിയൊരു മിറർ നമുക്കിവിടെ കൊടുക്കാവുന്നതുമാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിററിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയവെറ്റർ, റെയിൻ ഷവർ, ഹീറ്റ് ആൻഡ് പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരികയാണ്. യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് വാട്ടർ പോയിന്റ്, പവർ പോയിന്റ്, വേസ്റ്റ് ലൈനൊക്കെ വന്നുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. ഫുള്ള് കവർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു അടച്ചുറപ്പുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഹാൻഡ് റിൽ വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസും കൂടിയാണ് മേലെ. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണി നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. 3-4 ചെയർ ഇടാനൊരു സ്പേസും കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. പാരപ്പറ്റിന് നീട്ടമുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ചെടികളും വയ്ക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല, എടപ്പള്ളി ഭാഗത്തേക്കും ഈസി ആക്സസ് ഉള്ള നല്ലൊരു വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. 3.5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1700 സ്ക്വയർ ഫീറ്റാണ്. 3 BHK ആണ്. താഴെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 82 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.